ഞങ്ങളുടെ നാട്ടിൽ ഇത് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ്. ഇവിടെ നിങ്ങളുടെ സൗകര്യത്തിനാണ് ചെയ്യുന്നത്. ഏത് ഫ്രൂട്ടും 80 ഡിഗ്രി ടെമ്പറേച്ചറിൽ വാക്യൂം ചെയ്ത് കുക്ക് ചെയ്യുന്നത്. കാരണം അന്ന് മാരുതി 800 വിലയുണ്ട് ആ മെഷീൻ. നല്ല പാല് ശരിക്കും പറഞ്ഞാൽ ഒരു കുട്ടികൾക്ക് വരെ കുടിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് കേരളത്തിൽ. 100% സൈലേജ് മാത്രം കൊടുത്ത് വളർത്തുന്ന നവ്യയിലാണ്. ഒത്തിരി കസ്റ്റമേഴ്സ് കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. എൻ്റെ സ്റ്റാഫുകൾ പോലും എന്നോട് പറഞ്ഞത് പാക്കിംഗ് മെറ്റീരിയൽ വരെ തീർന്നു, ചേട്ടൻ മൈദയിൽ കളർ കൊടുക്കും എന്നിട്ട് ഗോതമ്പ് ബ്രെഡാന്ന് പറയും. ഹായ് ഫ്രണ്ട്സ്, ഞാൻ അഭിലാഷ് മാനാച്ചേരി, IPL കണക്ട് ഫൗണ്ടർ ഡയറക്ടർ. ഞാൻ സനു സ്റ്റീഫൻ, IPL കണക്റ്റിന്റെ ഫൗണ്ടർ ഡയറക്ടറാണ്. ഞങ്ങൾ ഇന്നിവിടെ ഒരു പുതിയ യൂട്യൂബ് ചാനൽ ലോഞ്ച് ചെയ്യുകയാണ്, സ്റ്റാർ ടോക്സ് പവേർഡ് ബൈ IPL കണക്ട്. ബിസിനസ് രംഗത്തും തൊഴിൽ രംഗത്തും ഉദിച്ചുയരുന്ന നക്ഷത്രങ്ങളെ, അവർ പിന്നിടുന്ന നാൾ വഴികൾ, അവർ മറികടന്ന പ്രതിസന്ധികൾ എല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഈ യൂട്യൂബ് ചാനൽ വഴി ലക്ഷ്യമിടുന്നത്. ഞങ്ങൾ ഇന്ന് ആരംഭിക്കുന്നത് ഞങ്ങളുടെ അങ്കമാലി ചാപ്റ്ററിലെ മെമ്പറായിട്ടുള്ള ശ്രീ ബിജു ജോസഫ്. അദ്ദേഹം നവ്യ ബേക്കേഴ്സിന്റെ സാരഥിയാണ്. അദ്ദേഹത്തിന്റെ ഫാക്ടറിയിലാണ് ഇന്നുള്ളത്. നമുക്ക് അദ്ദേഹത്തെ നേരിട്ട് കൂടുതൽ അടുത്ത് പരിചയപ്പെടാം. ഇന്ന് നമ്മുടെ കൂടെ സ്റ്റാർ ടോക്സിലുള്ളത് നവ്യ ബേക്കേഴ്സിന്റെ സാരഥിയായിട്ടുള്ള ബിജനാണ്. ബിജയുടെ നമസ്കാരം. നമസ്കാരം. വെൽക്കം ടു സ്റ്റാർ ടോക്സ്. ബിജയുടെ നവ്യ എന്നുള്ളത് ബേക്കറി രംഗത്ത് ഇപ്പോൾ എല്ലാവരും അറിയപ്പെടുന്ന ഒരു ബ്രാൻഡാണല്ലോ. ഇതിന്റെ തുടക്കം എവിടെ വന്നായിരുന്നു? 84 കറുകുറ്റിയിലാണ് ആദ്യമായിട്ട് തുടങ്ങിയത്. അന്ന് ചേട്ടന്മാർക്ക് വേണ്ടി ഫാദർ തുടങ്ങി കൊടുത്ത ഒരു ബിസിനസ്സായിരുന്നു. അന്ന് 6 ജീവനക്കാരുമായിട്ടാണ് കറുകുറ്റിയിൽ തുടങ്ങിയത്. അന്ന് നവ്യ ബേക്കറി ആൻഡ് കോഫി ഹൗസ് എന്നായിരുന്നു പേര്. പിന്നീട് ഏതാണ്ടൊരു 14ഓളം വർഷം കഴിഞ്ഞപ്പോൾ ആ ബിൽഡിങ്ങിൽ നിന്ന് വാടക കെട്ടിടത്തിലായിരുന്നു, അവിടെ നിന്ന് മാറണം എന്നുള്ളൊരു ആവശ്യം വന്നു. അപ്പുറത്ത് സ്വന്തമായിട്ട് സ്ഥലം മേടിച്ച് ബിൽഡിംഗ് പണിതു. ഞങ്ങളവിടെ തുടങ്ങിയപ്പോൾ ഈ ഫാസ്റ്റ് ഫുഡൊക്കെ ആയിട്ട് തുടങ്ങി. പക്ഷെ 100 ദിവസം കഴിഞ്ഞപ്പോൾ നിർത്തി. നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ 2006 അങ്കമാലിൽ രണ്ടാമത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്കമാലിൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ വാഴക്കാല തുടങ്ങി, പിന്നെ ഇരിക്കാലക്കൂടെ തുടങ്ങി, പിന്നെയാണ് ബ്രാഞ്ചുകൾ തുടങ്ങുന്നത്. അപ്പോൾ ഈ പ്രൊഡക്ഷൻ്റെ കാര്യങ്ങളൊക്കെ ബിജേടൻ തന്നെയാണോ നോക്കുന്നത്? ഈ അങ്കമാലി തുടങ്ങിയാണ് ഞാൻ നോക്കിയത്. അതായത് അതുവരെ ചേട്ടന്മാരാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ കുറേ ഐഡിയകൾ കാര്യങ്ങളുണ്ട്, നമ്മളതിനെപ്പറ്റി പറയുമായിരുന്നു. പിന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ കാര്യങ്ങൾ എല്ലാം ഞാൻ നോക്കാൻ തുടങ്ങി. കുറേ നമ്മളുടെ ഐഡിയകൾ കൊണ്ടുവരാൻ തുടങ്ങി. പിന്നെ ചേട്ടന്മാർ ഓരോരുത്തരും ഓരോ ജോലിയായിട്ട് പോയി. 4ാമത്തെ ചേട്ടനും ഞാനും കൂടിയാണ് ശരിക്കും ഫുൾ ടൈം ഉണ്ടായിരുന്നത്. പിന്നീട് ഇതിനെ അടുത്തൊരു ലെവലിലേക്ക് നമ്മൾ ഇതിനെ ഉയർത്താനായിട്ട് കൂടുതലും ഞാനാണ് മുന്നോട്ട് വന്ന് ഇനിഷ്യേറ്റീവ് എടുത്ത് കുറേ നല്ല ഐഡിയകളും കാര്യങ്ങളും കൊണ്ടുവന്ന്. ബിജയുടെ അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ളൊരു കാര്യമാണ്, എങ്ങനെയാണ് നവ്യ എന്നുള്ളൊരു പേര് നിങ്ങൾ ഇതിനിട്ടത്? നവ്യ എന്നുള്ള പേര് അന്ന് 84 തുടങ്ങുമ്പോൾ മൂത്ത ചേട്ടൻ ഒരു പേര് സെലക്ട് ചെയ്തിട്ടതാണ്. നവ്യ, പുതിയത്, നവീനമായ. ബിജയുടെ ഈ പ്രൊഡക്ഷൻ സെന്റർ ഇരിക്കുന്നത് ശരിക്കും എവിടെയാണ്? ഇത് ഏകദേശം എത്ര നാളായി നിങ്ങളിവിടെ ആരംഭിച്ചിട്ട്? തുടക്കം മുതൽ ഇവിടെ തന്നെ ആയിരുന്നോ? ഇത് കറുകുറ്റി 3-ാം പറമ്പ്. ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏതാണ്ട് ഒരു 28 വർഷമായി ഇവിടേക്ക് മാറി. ബിജയുടെ ഈ ബേക്കറിയും പ്രൊഡക്ഷൻ സെന്റർ ഉണ്ടല്ലോ, അപ്പോൾ ഈ പ്രൊഡക്ഷൻ സെന്ററിന്റെ ഉത്തരവാദിത്വം ചേട്ടൻ ഒറ്റയ്ക്ക് തന്നെയാണോ അതോ ചേട്ടൻ അനിയന്മാർ ചേർന്നിട്ടാണോ? അല്ല, അന്ന് ഒരുമിച്ച് തന്നെയായിരുന്നു. പിന്നീട് 2006 അങ്കമാലിൽ രണ്ടാമത് തുടങ്ങിയല്ലോ. ആ തുടങ്ങുന്ന സമയത്താണ് 100% ഞാനത് ഏറ്റെടുത്തത്. പ്രൊഡക്ഷനും ഇതിൻ്റെ മാർക്കറ്റിങ്ങും. അന്ന് നമ്മൾ ഒരു റീബ്രാൻഡ് ചെയ്തു, പുതിയ ലോഗോ കാര്യങ്ങളൊക്കെ ചെയ്ത്. അതുപോലെ തന്നെ ഞങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് ചേട്ടൻ്റെ ബിസിനസ്സിൽ വൈഫും കുട്ടികളൊക്കെ വളരെ ഇൻവോൾവ് ആണെന്ന്. തീർച്ചയായിട്ടും. അതിനെക്കുറിച്ചൊന്ന് എല്ലാവരോടും ഒന്ന് പറയാമോ? മക്കളൊക്കെ വലുതായി കഴിഞ്ഞപ്പോൾ പിന്നെ വൈഫും എന്നോടൊപ്പം തന്നെ ബിസിനസ്സിലേക്ക് ഇറങ്ങി. ഫുഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ റിസ്ക് ഫാക്ടർ ഉള്ളൊരു ബിസിനസ് മേഖലയാണല്ലോ. ഇത്രയും വർഷമായിട്ട് നിങ്ങൾ ഈ ജനങ്ങളിൽ വിശ്വാസം നിലനിർത്താൻ അതിലൊരു നിങ്ങളുടെ സീക്രട്ട് ഫോർമുല എന്താണെന്ന് ഞങ്ങൾക്കൊന്ന് അറിയാനൊരാഗ്രഹമുണ്ട്. അല്ല, നമ്മൾ അതിനകത്ത് ചില ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള റോ മെറ്റീരിയൽ മേടിക്കുക, നല്ല വൃത്തിയുള്ള സാഹചര്യത്തിൽ ഉണ്ടാക്കുക. നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ കിച്ചണിൽ എന്താണോ നമ്മുടെ അമ്മയും അല്ലെങ്കിൽ ഭാര്യയും
പെങ്ങന്മാരും നമുക്ക് ഉണ്ടാക്കി തരുന്നത് അല്ലെങ്കിൽ നമ്മളും ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഉണ്ടാക്കി മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ബിജേട്ടാ, നമുക്ക് രാവിലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡും കട്ട്ലേറ്റും നവ്യയിൽ മാത്രമേ കിട്ടുള്ളൂ. അതിന്റെ പുറകിലുള്ള സീക്രട്ട് എന്താണ്? ആദ്യം ഞങ്ങളുടെ അടുത്തും ഉച്ചയ്ക്ക് ഒരു 1 മണി 2 മണിയൊക്കെ ആവും ബ്രെഡും പപ്സും സാധനങ്ങളൊക്കെ ആകുമ്പോൾ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അടുത്ത് ഒരു ബെൽജിയത്തിൽ നിന്ന് ഒരു സായിപ്പ് കർവിറ്റിൽ ഇങ്ങനെ പുള്ളി റിട്ടയർ ചെയ്തിട്ട് ഇങ്ങനെ എഴുതാനൊക്കെ വന്നിരുന്നു. പുള്ളി ഇങ്ങനെ 2-3 പ്രാവശ്യം വന്നിട്ട് ചോദിച്ചു ഇങ്ങനെ ബ്രെഡായോ എന്ന്. അപ്പം നമ്മൾ വലിയ കാര്യമായിട്ട് പറയും ഉച്ചയ്ക്ക് ഫ്രഷ് ആയിട്ടാവുള്ളൂ എന്ന്. പക്ഷെ പുള്ളി നമ്മളോട് പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ ഇത് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ്, ഇവിടെ നിങ്ങളുടെ സൗകര്യത്തിനാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് തിരിച്ച് ചിന്തിക്കാൻ തുടങ്ങി എന്താണ്. അങ്ങനെ നമ്മൾ ഈ ടെക്നോളജിയിൽ മാറ്റം വരുത്തി എങ്ങനെ രാവിലെ ഇത് കൊണ്ടുവരാം. അവിടെ നിന്ന് ആണ് നമ്മൾ ഇത് രാവിലെ തന്നെ കട തുറക്കുന്നതോടൊപ്പം ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസ് ആ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. അത് പിന്നെ ഇപ്പോൾ രാവിലെ കട തുറക്കുമ്പോൾ എല്ലാ ഐറ്റംസും അതിൻ്റെ ഒട്ടുമിക്ക ഐറ്റംസും കട്ട്ലേറ്റ് തുടങ്ങി പപ്സ്, റോൾസ്, പേസ്ട്രീസ് അല്ലെങ്കിൽ വട, എല്ലാ സാധനങ്ങളും ഫ്രഷായിട്ട് രാവിലെ തന്നെ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കൊടുക്കും. എനിക്ക് തോന്നുന്നത് ഏറ്റവും അറ്റത്തുള്ള കട വരെ ഒരു 10:30-ക്കുള്ളിൽ വണ്ടി എത്തുമല്ല അവിടുത്തെ. ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ എക്സ്പോയിലൊക്കെ ചേട്ടൻ മിഷണറി എക്സ്പോയിലൊക്കെ പങ്കെടുക്കുന്നൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അതുപോലെ ഒരുപാട് വില കൂടിയ മിഷണറീസൊക്കെ ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ നിങ്ങൾ യൂസ് ചെയ്യുന്നത് നമുക്കറിയാം. അതെന്താണ് അതിൻ്റെ പിന്നിലുള്ള കാരണം എന്ന് പറയാൻ പറ്റുമോ? ഞാനൊരു ബേക്കറിയുടെ ഒരു മെഷീനെ പറ്റി വേറൊരു ബേക്കറിക്കാരനോട് സംസാരിച്ചപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞത് ഇത്രയും വില കൊടുത്ത് ഒരു മെഷീൻ മേടിക്കുമ്പോൾ നമുക്ക് ഇന്ന മെഷീനാണെങ്കിൽ 4-5 മെഷീൻ മേടിക്കാം ബേസിക്ക്. കാരണം അന്ന് മാരുതി 800 വിലയുണ്ട് ആ മെഷീന്. പക്ഷെ ഞാൻ ചിന്തിച്ചത് വില കൂടുതൽ കൊടുത്ത് നല്ല മെഷീൻ മേടിച്ചാൽ നല്ല ടെക്നോളജി, നല്ല പെർഫോമൻസ് കിട്ടും എന്നുള്ളതാണ്. അതൊക്കെ നമ്മൾ അങ്ങനെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് ഒരു നഷ്ടമായിട്ട് ഒരിക്കലും നമ്മൾ കാണാറില്ല. നമ്മൾ കേരളത്തിൽ ആദ്യമായിട്ട് സ്വന്തമായിട്ട് ജാമും കേക്കിനുള്ള ഫില്ലിങ്സ് ഉണ്ടാക്കുന്നത് നവ്യയിലാണ്. അതിന് ഇറ്റലിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത റോബോ കൂബോ എന്ന് പറഞ്ഞ മെഷീനാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏത് ഫ്രൂട്ടും 80 ഡിഗ്രി ടെമ്പറേച്ചറിൽ വാക്യൂം ചെയ്ത് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഫ്രൂട്ടിലുള്ള ഒരു ഗുണങ്ങളും നഷ്ടപ്പെടില്ല. കളർ പോവില്ല, അതിൻ്റെ ഫ്ലേവർ പോവില്ല, ന്യൂട്രീഷൻസ് ഒന്നും നഷ്ടപ്പെടില്ല. അപ്പോൾ അത് നമ്മളൊരു 1.5 കോടി രൂപ കൊടുത്ത് ഇറ്റലിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ തുടങ്ങി ഈവൻ ഷീറ്റർ വരെ അല്ലെങ്കിൽ കേക്ക് അടിക്കുന്ന മെഷീൻ തുടങ്ങി എല്ലാം നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് ചെയ്യുന്നത്. ഈ ചായ കുടിക്കാനായിട്ട് ആരും തേയിലത്തോട്ടം മേടിച്ചായിട്ട് അറിവില്ല. പക്ഷേ ക്വാളിറ്റിയുടെ പിന്നാലെ പോയപ്പോൾ ഒരു ഫാം തുടങ്ങിയായിട്ടൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അതിൻ്റെ പിന്നിലുള്ള ആ കഥയൊന്ന് ഞങ്ങളോടൊന്ന് പറയാമോ? അല്ല, നമുക്കിവിടെ പാലെന്ന് പറഞ്ഞാൽ എല്ലാം തമിഴ്നാട്ടിനെ ആശ്രയിച്ച് പോകുന്നു. നല്ല പാല് ശരിക്കും പറഞ്ഞാൽ ഒരു കുട്ടികൾക്ക് വരെ കുടിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് കേരളത്തിൽ. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ചെറുപ്പത്തിൽ എല്ലാ വീട്ടിലും പശുക്കറവയുണ്ട്. ഇന്നിപ്പോൾ അതൊക്കെ നിന്നുപോയി, ഗ്രാമങ്ങളിൽ പോലും ഇല്ല. നമ്മൾ എന്തുകൊണ്ട് ഒരു നല്ല രീതിയിലൊരു ഫാം ഇവിടെ ആരംഭിച്ച് നല്ല പാല് ഉൽപ്പാദിപ്പിച്ചുകൂടാ? പിന്നെ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സിന് ഒക്കെ പാൽ ആവശ്യമാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങനെ ഫാമിനെ പറ്റി ആലോചിച്ച് ആദ്യം ഒരു വാടകയ്ക്കൊരു ഫാം എടുത്ത് നടത്തി. പിന്നെ അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ സ്വന്തമായിട്ട് സ്ഥലം മേടിച്ച് ഒരു 20 ഏക്കർ സ്ഥലമുണ്ട്. അവിടെ സ്വന്തമായിട്ട് ഫാം തുടങ്ങി. ഇപ്പോൾ 300 പശുക്കളുണ്ട്. ആ പശുക്കളെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ആദ്യമായിട്ട് 100% സൈലേജ് മാത്രം കൊടുത്ത് വളർത്തുന്ന നവ്യയിലാണ്. ഒരു പശുക്കുട്ടി ജനിച്ച് വീഴുമ്പോൾ തൊട്ട് അത് അമ്മയാകുന്നവരെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽ നമ്മുടെ കയ്യിലുണ്ട്. ജനിച്ചപ്പോഴുള്ള ബർത്ത് വെയ്റ്റ്, ഓരോ മാസവും അത് എത്ര ഗ്രാം അത് തൂക്കം വയ്ക്കുന്നു. നമുക്കറിയാം നമ്മുടെ കുട്ടികളെ നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ പീഡിയാട്രിക് തൂക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. എന്ന് പറഞ്ഞ പോലെ എല്ലാ മാസവും നമ്മൾ വെയിറ്റ് എടുക്കും. അതിൻ്റെ ആവറേജ് വെയിറ്റ് ഗെയിൻ എത്രയാണ്, അതിൻ്റെ അമ്മയുടെ പാൽ എത്രയാണ്, ഈ കുട്ടി എത്ര മാസത്തിൽ കുത്തിവയ്ക്കാൻ പറ്റും, കൃത്യമായ എല്ലാ വാക്സിനേഷനും കൊടുത്താണ് ഞങ്ങൾ ഫാമിലെ പശുക്കളെ നിർത്തുന്നത്. അത് എല്ലാ കറക്റ്റ് ഡാറ്റയുണ്ട്. എനിക്ക് തോന്നുന്നത് ഗവൺമെൻറ്റിൻ്റെ ഫാമുകളിൽ പോലും ഇത്രയും ഡാറ്റയുള്ള ഫാം ഉണ്ടെന്ന് തോന്നാറില്ല. അത്ര സിസ്റ്റമാറ്റിക്കായിട്ട് പോകുന്നത്. നവ്യക്ക് ഇപ്പോൾ കേരളത്തിൽ എത്ര ഔട്ട്ലെറ്റുകളുണ്ട്? ഇപ്പോൾ 47 ഔട്ട്ലെറ്റുകളാണ് ഉള്ളത്. അത് എറണാകുളം, തൃശ്ശൂർ ജില്ലയിൽ മാത്രമായിട്ട്. സെയിൽസിൽ ഇപ്പോൾ ഒത്തിരി ചലഞ്ചുകൾ ഉണ്ടല്ലോ. ഇത് ഫുഡ് ഐറ്റമാണല്ലോ. ഇത് രാവിലെ എങ്ങനെ എത്തിക്കുന്നത് എല്ലായിടത്തും? നമ്മുടെ ഭൂരിഭാഗവും പെരിഷബിൾ ഐറ്റമാണ്. നമ്മൾ രാവിലെ തന്നെ ഉണ്ടാക്കുന്നു, രാവിലെ തന്നെ ബില്ല് ചെയ്യുന്നു, രാവിലെ തന്നെ എത്തിക്കുന്നു. വലിയൊരു ടാസ്ക്കാണ്. കാരണം ഒരു വണ്ടിയിൽ ഒരു 3-4 ഷോപ്പിനുള്ള സാധനങ്ങളായിരിക്കും പോവുക. അത് വ്യത്യസ്ത ക്വാണ്ടിറ്റി ആയിരിക്കും.
ഇപ്പോൾ ഒരു ഷോപ്പിന് 50 എണ്ണം ഉണ്ടെങ്കിൽ അടുത്തതിന് ചിലപ്പോൾ 40 ആയിരിക്കും. ഇപ്പോൾ ഈ 47 സ്ഥലത്തേക്കും വ്യത്യസ്ത ക്വാണ്ടിറ്റി ആയിരിക്കും. പക്ഷെ ഇതെല്ലാം നമ്മൾ കൗണ്ട് ചെയ്ത് ബില്ലടിച്ച് വേണം രാവിലെ പോകാൻ. ഭൂരിഭാഗവും 1 ഡേ, അതായത് ഒരു 12 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂറൊക്കെ ഷെൽഫ് ലൈഫേ ഉള്ളൂ. നമ്മളൊരു ഷോപ്പിലേക്ക് 3 പ്രാവശ്യമെങ്കിലും വണ്ടി പോകും. അപ്പോൾ ഓരോ ട്രിപ്പിലും ബാച്ചായിട്ട് സാധനങ്ങൾ പോവുക, ഒരുമിച്ച് പോകില്ല. അതെ, നവ്യയിൽ വരുമ്പോൾ മെജോറിറ്റി പ്രൊഡക്ട്സും നവ്യ ബ്രാൻഡിൽ തന്നെയാണ്. അതെങ്ങനെയാണ് നിങ്ങൾ അറേഞ്ച് ചെയ്യണത് ഇത്രയും പ്രൊഡക്ട്സ്, ഫുഡ് പ്രൊഡക്ട്സ്? നമ്മളുടെ പ്രൊഡക്റ്റ് റേഞ്ച് ഒരു 1000 താഴെയുണ്ട് ഇപ്പോൾ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പുതിയതായിട്ട് പറയും പിക്കിള്, ഒത്തിരി സാധനങ്ങൾ ഇറക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്യുന്നത്, നമ്മൾ ഔട്ട്സോഴ്സിങ് ഇല്ല, എല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കുന്നത്. എന്നാലാണ് നമുക്ക് ക്വാളിറ്റി എപ്പോഴും ഉറപ്പാക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ഇതിന് മേടിക്കുന്ന റോ മെറ്റീരിയൽ വളരെ ശ്രദ്ധിക്കണം. ഈവൻ ഇപ്പോൾ നമ്മുടെ മല്ലി, മുളക് അല്ലെങ്കിൽ സ്പൈസസ് എന്ത് സാധനമായാലും, മല്ലി മുളകൊക്കെ മേടിച്ച് വാഷ് ചെയ്ത് ഉണക്കി ഇവിടെ തന്നെ പൊടിക്കുന്നത്, അരിയായാലും കഴുകി ഇവിടെ തന്നെ പൊടിക്കുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്തു പോകുന്നത്. ഇന്ന് ക്വാളിറ്റി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പ്രിസർവേറ്റീവ് ചേർക്കുന്നില്ല എന്നുള്ളത് 100%. ഈവൻ അജിനോമോട്ടോ പോലും ചേർക്കുന്നില്ല. നമ്മളതിന് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അതേ ഞാൻ പറഞ്ഞത്, നമ്മുടെ ഇത് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒത്തിരി കസ്റ്റമേഴ്സ് കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്, നമുക്ക് കൊണ്ടുപോയിട്ട് ഷെൽഫ് ലൈഫ് ഇല്ല, 2 ദിവസം പുറത്ത് വയ്ക്കുമ്പോഴേക്കും കേടായി പോകുന്നു എന്നുള്ളത്. പക്ഷേ നമ്മളെപ്പോഴും പറയുന്നത് ഒന്നുകിൽ ഫ്രിഡ്ജിൽ വയ്ക്കുക അല്ലെങ്കിൽ കുറച്ച് മേടിക്കുക. കാരണം ഇതെല്ലാ സാധനങ്ങളിലും പ്രിസർവേറ്റീവ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ തന്നെയല്ലേ കഴിക്കുന്നത്. ഇപ്പം നമ്മൾ ഇതിൻ്റെ ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടി എപ്പോഴും ഹൈജീൻ കൂട്ടുന്നു, കൂടുതൽ വൃത്തിയുള്ള സാഹചര്യത്തിൽ ഉണ്ടാക്കുന്നു. അങ്ങനെ കിട്ടുന്ന ഷെൽഫ് ലൈഫാണ് നമുക്കുള്ളൂ. അത് ഇതിന് ഇപ്പോൾ കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ കേക്കിലിടുന്ന പേപ്പർ തുടങ്ങി ഫുഡ് ഗ്രേഡ് ഇടണം. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളും അതേപോലെ ശ്രദ്ധിച്ച് ചെയ്യുന്നു. നമ്മുടെ ബണ്ണൊക്കെ എന്ന് പറഞ്ഞാൽ അത്ര സോഫ്റ്റ് ആൻഡ് ടേസ്റ്റിയാണ് ബണ്ണ്. നമ്മുടെ ഫാമിലെ പാലാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ നമ്മളുടെ ഒത്തിരി പ്രോഡക്ട്സുകൾ നമ്മൾ 100% വീറ്റിലേക്ക് മാറിയിട്ടുണ്ട്. ബട്ടർ ഉപയോഗിക്കുന്നു. പിന്നെ നമ്മൾ ബോഡി ടെമ്പറേച്ചറിൽ മെൽറ്റ് ചെയ്യുന്ന ട്രാൻസ് ഫാറ്റ് ഫ്രീ ഫാറ്റ് ഉപയോഗിക്കുന്നത്. വീറ്റ് കൂടുതൽ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ മൈദ കുറച്ച് ഉപയോഗിക്കുന്നത് എന്നല്ല എൻ്റെ അർത്ഥം. കഴിഞ്ഞ ദിവസം ഇന്ത്യ ഗവൺമെൻറ് ഒരു പുതിയ നിയമം കൊണ്ടുവന്നുണ്ട്. ഇപ്പോൾ ഗോതമ്പ് ബ്രെഡ് എന്ന് പറഞ്ഞാൽ ഇത്ര % ഗോതമ്പ് ഉണ്ടാകണം. കാരണം വെച്ചാൽ മിക്കവരും ചെയ്യുന്നത് വെച്ചാൽ മൈദയിൽ കളർ കൊടുക്കും, എന്നിട്ട് ഗോതമ്പ് ബ്രെഡാന്ന് പറയും. അപ്പോൾ അതിന് ഫൈബർ കണ്ടൻറ്റ് കുറവായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെയാണ് മൾട്ടിഗ്രെയിൻ ബ്രെഡ്, ഗാർലിക് ബ്രെഡ്. അപ്പോൾ ഇതിനൊക്കെ ഗവൺമെൻറ് റൂൾസ് കൊണ്ടേക്കാം. കാരണം നമ്മളത് ചെയ്യാത്തതുകൊണ്ട്, പാലിക്കാത്തതുകൊണ്ട്. അപ്പം നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്നത് നമ്മളെന്താണോ പറയുന്നത് കൊടുക്കുക എന്നുള്ളതാണ്. ആ ഒരു വിശ്വാസമാണല്ലോ ഏറ്റവും വലുത്. അതുകൊണ്ടാണ് ഇപ്പോൾ നവ്യ ഒരു പുതിയ സ്ഥലത്ത് തുടങ്ങുമ്പോൾ ആ ബ്രാൻഡ്, ആ ബോർഡ് കാണുമ്പോൾ കസ്റ്റമർ വരുന്നത്. ഒത്തിരിയേറെ കസ്റ്റമേഴ്സ് ആ ഒരു വിശ്വാസം അതുകൊണ്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ ഞങ്ങൾ ഹൈക്കോടതിയിൽ ഒരു ചെറിയ കിയോസ്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പം അങ്ങനെ എപ്പോഴും ഇങ്ങനെ നമ്മളോട് ഒത്തിരി ആളുകൾ ഫ്രാഞ്ചൈസി അല്ലെങ്കിൽ ഇത് ചോദിക്കുന്നത്, നമ്മൾ ഇതുവരെയും കൊടുത്തിട്ടില്ല, നമ്മൾ ആലോചിക്കുന്നുള്ളൂ. പക്ഷെ അത് കൊടുക്കാത്തത് അല്ലെങ്കിൽ ചെയ്യാത്തത് വെച്ചാൽ നമുക്ക് നല്ല ഒരു സിസ്റ്റം ഉണ്ടായി, ഒരിക്കലും അവർ പുറത്തുനിന്ന് വാങ്ങുന്നില്ല, നമ്മുടെ തന്നെ പ്രോഡക്റ്റ്സാണ് എന്നൊക്കെ ഉറപ്പ് വരുത്തി അങ്ങനെ ഒരു സിസ്റ്റത്തിൽ വന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് ബ്രാൻഡ് താഴേക്ക് പോകും. കാരണം ആളുകൾ പറയും അവിടെ നിന്ന് മേടിച്ചതിന് ഈ ക്വാളിറ്റി ഉണ്ടായില്ല, ഈ ടേസ്റ്റ് ഉണ്ടായില്ല എന്ന് പറയും. നമ്മളെല്ലാം ഒരു കിച്ചണിൽ നിന്ന് തന്നെ പോകുന്നത്. അപ്പോൾ എല്ലാ സാധനത്തിനും ഒരേ ക്വാളിറ്റി ആയിരിക്കും. നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്യുന്നില്ല. ഏറ്റവും നല്ല പ്രോഡക്ട്സ്, ഏറ്റവും നല്ല റോ മെറ്റീരിയൽ, അതിലുപരി ഏറ്റവും നല്ല വൃത്തിയുള്ള സാഹചര്യം. കേരളത്തിൽ ആദ്യമായിട്ട് 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയത് നവ്യയ്ക്കാണ്. പിന്നെ ഒരു 3-4 വർഷം മുമ്പ് ഈ 5 സ്റ്റാർ റേറ്റിംഗ് ഫുഡ് സേഫ്റ്റി ആക്ട് അവർ കൊണ്ടുവന്നപ്പോൾ ആദ്യത്തെ ബേക്കറി നവ്യയാണ്. ഇന്നും 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ബേക്കറികൾ കുറവാണ്, ഉണ്ടോയെന്ന് തന്നെ അറിയില്ല, വളരെ കുറവാണ്. കാരണം മാനുഫാക്ചറിങ് നമ്മൾ എല്ലാവരും ഔട്ട്ലെറ്റുകൾ നന്നാക്കും, പക്ഷെ ഉണ്ടാക്കുന്ന സ്ഥലം അത്രയും തന്നെ ചെയ്യാറില്ല. നമ്മൾ അതിന് നേരെ മറിച്ചാണ് ചെയ്തത്. ഉണ്ടാക്കുന്ന സ്ഥലമാണ് ഏറ്റവും വൃത്തിയുള്ളതാവണം എന്ന് ചെയ്തത്. നവ്യയുടെ 5 സ്റ്റാർ റേറ്റിംഗ് എന്ന് പറയുന്നത് പ്രൊഡക്ഷനിലാണോ വരുന്നത്? അതെ. നമുക്ക് ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മറ്റ് ചിലവുകൾ, ഇപ്പോൾ പ്രൊഡക്ഷന് തന്നെ ചിലവിനേക്കാൾ കൂടുതൽ
വരുന്നത് ഈ ഓഫീസ് ഹൗസ് കീപ്പിംഗ് ഈ ചിലവാണ്. കാരണം അത്രമാത്രം പൈസ ആ മേഖലയിൽ മുടക്കുന്നുണ്ടെന്നുള്ളതാണ്. ആദ്യകാലങ്ങളിൽ ബേക്കറി എന്ന് പറഞ്ഞാൽ എല്ലാം താഴേക്ക് ഇടും. ഈ ബേക്കറി ബോർമകൾ കണ്ടവർക്കറിയാം. ക്രിസ്മസ് ന്യൂ ഇയർ കഴിഞ്ഞതിന് ശേഷം ആണ് ഇത് ഇങ്ങനെ കുത്തിയിളക്കി ക്ലീൻ ചെയ്യുന്നൊരു സിസ്റ്റം. അത് ഇന്നും പല ബോർമകളിലും അങ്ങനെ അത് തുടർന്നു പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ അന്നും ഇന്നും ശ്രദ്ധിക്കുന്നത് ഏറ്റവും വൃത്തിയായിട്ട് കൊണ്ടു നടക്കുക എന്നുള്ളതാണ്. കാരണം ഒരു കാലഘട്ടത്തിൽ ഈ ബോർബകളിൽ തന്നെയാണ് ജോലിക്കാർ കിടന്നുറങ്ങിയിരുന്നത്. ഈ കുഴയ്ക്കുന്ന മേശയുടെ മുകളിൽ കിടന്നുറങ്ങും, അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ ആയിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ജോലി ചെയ്യുന്ന ജോലിക്കാർക്ക് അല്ലെങ്കിൽ ജീവനക്കാർക്ക് അവർക്ക് ഒരു സ്റ്റാൻഡേർഡ്, അല്ലെങ്കിൽ അവർ ജോലി ചെയ്യുന്നത് ഇന്ന സ്ഥാപനത്തിലാണ് അല്ലെങ്കിൽ ബേക്കറിയിലാണെന്ന് പറയുമ്പോൾ അവർക്ക് തന്നെ ഒരു അഭിമാനം തോന്നാവുന്ന രീതിയിൽ നമ്മൾ കൃത്യമായി അവർക്ക് സാലറി ബാങ്കിലൂടെ ആക്കി ESI PF അവർക്ക് കൊടുക്കേണ്ടതായ എല്ലാ ഫെസിലിറ്റീസും ആനുകൂല്യങ്ങളും കൊടുക്കുക. അപ്പം അങ്ങനെ ആ മേഖലയിൽ അങ്ങനെ ശ്രദ്ധിച്ചു. അതോടൊപ്പം തന്നെ പ്രൊഡക്ഷൻ സെൻറ്ററിൽ നമ്മൾ മെഷീനറികൾ മാക്സിമം ഉപയോഗിക്കുക. അതോടൊപ്പം തന്നെ ഹൈജീനിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുക, നല്ല റോ മെറ്റീരിയൽ മേടിക്കുക. എപ്പോഴും ഉപഭോക്താവിൻ്റെ ഇഷ്ടങ്ങൾ നമ്മൾ അറിയുക, അവരുടെ ടേസ്റ്റ് അറിയുക, അവരുടെ സജഷൻസ് അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കുക. അതാണ് നമ്മളെപ്പോഴും ചെയ്തു പോകുന്നത്. ഇപ്പോൾ ഒരു ഓൺലൈൻ കാലഘട്ടമാണല്ലോ. പുതിയ സംരംഭരായിക്കോട്ടെ, അതുപോലെ ബേക്കറി ഫീൽഡിലുള്ളവർ തന്നെ ആയിക്കോട്ടെ, ക്വാളിറ്റിക്കാണോ അതോ ബ്രാൻഡിങ്ങിനാണോ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? ക്വാളിറ്റി ഇല്ലാതെ നമ്മളിപ്പോൾ എന്ത് ബ്രാൻഡ് ചെയ്താലും കാര്യമില്ല എന്നാണ് ഈ ഫുഡ് ഇൻഡസ്ട്രിയിൽ, പ്രത്യേകിച്ച് ബേക്കറിയിൽ പറയാനുള്ളത്. നമ്മൾ ക്വാളിറ്റി തന്നെ നോക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്. പിന്നെ ഇപ്പോൾ ആമസോണിൽ നമ്മൾ സെല്ല് ചെയ്യുന്നുണ്ട്, ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷേ ആര് ഇത് എങ്ങനെ ചെയ്താലും ഇത് ഭക്ഷണം മേടിച്ച് കഴിക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടാലല്ലേ വീണ്ടും മേടിക്കുള്ളൂ. ബേക്കറി ഫീൽഡിനെ സംബന്ധിച്ചിടത്തോളം ക്വാളിറ്റിയും ടേസ്റ്റും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ഉപഭോക്താക്കൾക്കെല്ലാം തന്നെ ആ ഒരു വിശ്വാസം നേടിയെടുക്കാനായിട്ട് നിങ്ങളെക്കൊണ്ട് സാധിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഈ ഒരു വലിയ വളർച്ചയിൽ നിങ്ങൾ നേരിട്ട പ്രതിസന്ധികൾ അത് നിങ്ങളെങ്ങനെ മറികടന്നു, എങ്ങനെ തരണം ചെയ്തു എന്നതിനെ കുറിച്ചൊക്കെ അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഞങ്ങൾ കറുകുറ്റിയിൽ ഞാൻ പറഞ്ഞു, നമ്മൾ 12 വർഷം കഴിഞ്ഞ് സ്വന്തം ബിൽഡിങ്ങിൽ മാറി. അന്ന് ഫാസ്റ്റ് ഫുഡ് ഉൾപ്പെടെ തുടങ്ങിയത്. നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റിയില്ല. കാരണം നമുക്കറിയുന്ന അവിടുത്തെ ജോലിക്കാരുടെ ഇഷ്യൂസ്. ഇന്ന് പൊറോട്ട അടിക്കണമെന്നുണ്ടെങ്കിൽ നാളെ ദോശ ഉണ്ടാക്കണമെന്നുണ്ടാവില്ല. അല്ലെങ്കിൽ കസ്റ്റമർ എന്തെങ്കിലും പറയുമ്പോൾ അത് ഇവരോട് പറഞ്ഞാൽ ഇവർ ഇട്ടിട്ട് പോകും. 100 ദിവസം നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ, അപ്പോൾ തന്നെ നിർത്തി കളയേണ്ടി വന്നു. അന്നൊക്കെ ഒത്തിരിയേറെ നമ്മൾ ടെൻഷൻ എടുത്ത് സാഹചര്യമുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഒരു പ്രോപ്പർ ട്രെയിനിങ് ഇവിടുത്തെ ശരിക്കും പറഞ്ഞാൽ ഉദ്യോഗസ്ഥർക്കും കുറവാണ്. കാരണം ഇതൊരു ഫ്രണ്ട്ലി അപ്രോച്ച് ആയിരിക്കണം. കാരണം ഇത് ഇൻഡസ്ട്രി നടത്തുന്ന ആരും ഇത് പഠിച്ചു വന്നവരല്ല. നമുക്കറിയാം മറ്റ് രാജ്യങ്ങളിലെല്ലാം മിനിമം ഡിപ്ലോമയിൽ കഴിഞ്ഞവർക്ക് ഒരു ഇൻഡസ്ട്രി തുടങ്ങാൻ സാധിക്കും. നമ്മുടെ ഇവിടെ അതല്ല. പക്ഷേ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക, അവരുടെ പോരായ്മകളെ തിരുത്തി കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുക. ഇവിടെ നേരെ മറിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ വലിയൊരു ടാസ്ക് തന്നെയാണ്. അത് ഇതിൻ്റെ വളർച്ചയ്ക്ക് ഇപ്പോൾ പുതിയ ആളുകൾ അല്ലെങ്കിൽ പുതിയ പിള്ളേർ ഇത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ പേടിക്കാണ്, ടെൻഷനാണ്. കാരണം ഒരു ഉദ്യോഗസ്ഥൻ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന് പറയുന്ന ആൾ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ നാട്ടിലെ എന്തെങ്കിലും കാര്യത്തിനുണ്ടാകുന്ന, കാരണം വിദേശ രാജ്യങ്ങളിൽ റോഡ് വരെ കഴുകി കൊടുക്കും. നമ്മുടെ ഇവിടെ ഒരു പബ്ലിക് സ്ഥലങ്ങൾ, പബ്ലിക് ടോയ്ലറ്റ് പോലും വൃത്തിയുള്ളതില്ല. അപ്പോൾ അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട്. അതൊക്കെ ശരിക്കും മാറിയാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെ ചെറുപ്പക്കാരൊന്നും വിദേശത്തേക്ക് പോവില്ല, നമ്മുടെ നാട്ടിൽ തന്നെ നിൽക്കും. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് ഇഷ്ടംപോലെ പ്രോഡക്ട്സുകൾ നമുക്ക് ലോകത്തിൽ എവിടെയും കയറ്റി അയക്കാം. കാരണം ഇവിടെ ഇഷ്ടംപോലെ മാൻ പവർ ഉണ്ട്. മറ്റുള്ള രാജ്യങ്ങൾ മാൻ പവറിന് വേണ്ടി ഓടി നടക്കുമ്പോൾ നമുക്കിവിടെ മാൻ പവർ കൂടുതലാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിവിടെ പ്രശ്നം ഉണ്ടാക്കണേ. ഒരുപാട് രാജ്യങ്ങൾ കണ്ടിട്ടുള്ള ഒരാളാണല്ലോ. നമ്മുടെ നാടും നമ്മുടെ വിദേശ രാജ്യങ്ങളും ഫുഡ് ഇൻഡസ്ട്രിയിൽ കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ ഇനി വരേണ്ടതായിട്ടുണ്ട്? ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ന്യൂസിലൻഡ് പോയപ്പോൾ ഞങ്ങളുടെ കുറച്ച് സ്റ്റാഫുകൾ അവിടെ ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ അവരോട് ചോദിച്ചു ഇവിടെ എങ്ങനെയാണ് ഹെൽത്ത് കാര്യം. അവർ പറഞ്ഞ അവർ വന്നാൽ അവിടെ കയറി ഒരു ഇൻസ്പെക്ഷൻ നടത്തണമെങ്കിൽ പെർമിഷൻ ചോദിച്ചിട്ടേ കയറൂ. അതല്ല അവർ പറയാണ് വേറെ ദിവസം വരണമെന്ന് പറഞ്ഞാൽ അവർ പറയും നിങ്ങൾ പറയുന്ന ഡേറ്റിൽ ഞങ്ങൾ വരാമെന്ന് പറയും. അപ്പോൾ അത്രയും ഫ്രണ്ട്ലിയാണത്.
ഇവിടെ ഒരു സ്ഥാപനം നടത്തുന്നവന് എപ്പോഴും ടെൻഷനാണ്. നാളെ ആര് വരും, നാളെ എന്താണ് ആ ഇഷ്യൂ ഉണ്ടാവണേ, നാളെ ഹർത്താലുണ്ടോ, നാളെ എന്തെങ്കിലും മറ്റു പ്രശ്നങ്ങളുണ്ടോ. ഇതാണ് ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അവന് ഒരു ധൈര്യമായിട്ട് ചെയ്തു പോകാനുള്ള ഒരു അന്തരീക്ഷം. അതിപ്പോൾ കുറേയൊക്കെ മാറി വരുന്നുണ്ട്, എങ്കിലും എല്ലാവരിലേക്കും അങ്ങനെ ഒരു ചിന്ത വേണം. ഈ തലമുറ കണ്ട വലിയ ദുരന്തങ്ങളാണല്ലോ കൊറോണയും വെള്ളപ്പൊക്കമൊക്കെ. അതൊക്കെ നിങ്ങളെ ബാധിച്ചോ, അതോ നിങ്ങളതെങ്ങനെ തരണം ചെയ്തു? ഞാനൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ജനങ്ങൾക്ക് ഒരുപാട് ആശ്വാസമായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ വരാനും പല കാര്യങ്ങളിലും അവരെ സഹായം എത്തിക്കാനും നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അതായത് ഈ പ്രളയത്തിൽ ശരിക്കും പറഞ്ഞാൽ അന്ന് അറിയാലോ പെട്ടെന്നുള്ളൊരു സംഭവം. പക്ഷെ നമുക്ക് ഈ ഫാക്ടറി ഇരിക്കുന്ന സ്ഥലമൊന്നും വെള്ളം കയറിയില്ലായിരുന്നു, പോയിരുന്ന റോഡുകളൊക്കെ മുങ്ങിയത്. അപ്പോൾ ആ പ്രളയത്തിന് തൊട്ട് മുമ്പ് വീണ്ടും പ്രളയം ഇങ്ങനെ ഇതൊക്കെ വരുന്നു പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇഷ്ടമല്ല റോ മെറ്റീരിയൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഇവിടെ നിന്ന് സാധനങ്ങൾ ഉണ്ടാക്കി കടകളൊക്കെ ഒന്നും കേരളം നിശ്ചലമായിപ്പോയി. ഇതിൽ ചുറ്റിക്കറങ്ങി ഒത്തിരി കറങ്ങിയാണ് അഡ്ലക്സിലൂടെ സാധനങ്ങൾ സപ്ലൈ ചെയ്തത്. അന്ന് ഹെലികോപ്റ്റർ മാർഗം അല്ലാതെയൊക്കെ സാധനങ്ങൾ സപ്ലൈ ചെയ്തു. അതിൻ്റെ ഫുൾ സാധനങ്ങൾ ഉണ്ടാക്കി ഞങ്ങൾ സപ്ലൈ ചെയ്തത്. 1 രൂപ പോലും പ്രതിഫലം മേടിച്ചില്ല. അന്ന് എനിക്ക് തോന്നുന്നു കളക്ടറേറ്റിൽ നിന്നൊക്കെ വിളിച്ചു, നിങ്ങൾക്ക് എത്ര ചിലവായി. ഞങ്ങൾ 1 രൂപ പോലും വേണ്ട. എൻ്റെ സ്റ്റാഫുകൾ പോലും എന്നോട് പറഞ്ഞു പാക്കിംഗ് മെറ്റീരിയൽ വരെ തീർന്നു ചേട്ടൻ എന്താ. ഞാൻ പറഞ്ഞു ഇതൊന്നും നമ്മുടെ സ്വത്തല്ലല്ലോ, ഇതൊക്കെ നമ്മളെ നോക്കാൻ ഏൽപ്പിച്ചേക്കേണ്ടതാണ്. ഇതിപ്പോൾ നമ്മൾ വന്നപ്പോൾ കൊണ്ടുവന്നൊന്നുമല്ല. അപ്പോൾ നമ്മളിതിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഈ പ്രളയം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിലായിരുന്നു നമ്മൾ അന്ന് ചെയ്തത്. കോവിഡ് സമയത്ത് ഒരു 2-3 ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തുറക്കാനുള്ള പെർമിഷൻ തന്നു ബേക്കറികളൊക്കെ. സത്യം പറഞ്ഞാൽ കോവിഡ് വന്ന സമയത്ത് ഈ പശുവിനെ കറക്കുന്ന പാല് പോലും എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. കാരണം മൊത്തം നിശ്ചലമായി. ഇതിന് കൊടുക്കുന്ന തീറ്റ കൊടുക്കണേ തമിഴ്നാട്ടിൽ നിന്ന് വന്നു. ഒരു ലോറി പോയിട്ട് ആൾക്ക് പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഉണ്ടായ പാലൊക്കെ പാക്ക് ചെയ്ത് ഓരോ സ്ഥലങ്ങളിൽ എത്തിച്ചു കൊടുക്കായി, ഓർഫനേജുകളിൽ അങ്ങനെ പല സ്ഥലങ്ങളിൽ കൊടുത്തു. പിന്നെ അത് പതുക്കെ കടകൾ തുറക്കാമെന്ന് പറഞ്ഞപ്പോൾ മൂവ് ചെയ്ത് തുടങ്ങി. ഞാൻ പുറത്ത് പോയാൽ അവിടുത്തെ ഫാമുകൾ സന്ദർശിക്കാറുണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യും. ഇപ്പം നമ്മളവിടെ ചെല്ലുമ്പോൾ ഒരു ഇൻവെസ്റ്റർ ആകാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ നമ്മളെ 2 കൈ നീട്ടി സ്വീകരിക്കും. ഒരു ഫാം തുടങ്ങണ എല്ലാ മെഷീനറികൾ, സ്ഥലം അല്ലെങ്കിൽ ലോണ് എല്ലാം ശരിയാക്കി തരും. വിജയേട്ടാ, നമ്മൾ ഈ നവ്യ എന്ന് പറയുന്നത് ഒരു ടീം വർക്കാണല്ലോ. തീർച്ചയായിട്ടും. ആ ടീമിനെ നമുക്കൊന്ന് പരിചയപ്പെടുത്താവോ? ഇവിടെ ഇത് ആണ് പ്രൊഡക്ഷൻ സെൻറ്റർ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഷെഫുണ്ട്, അതിന് താഴെ ഷൂ ഷെഫ് ആളുകൾ, അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സ് ഉണ്ട്, GM ഉണ്ട്, CFO ഉണ്ട്. അങ്ങനെ ആ ഒരു ഹൈറാർക്കി കീപ്പ് ചെയ്താൽ പോകുന്നത്. പിന്നെ നമ്മുടെ ഓരോ സ്റ്റാഫുകളെയും എനിക്ക് ഇൻഡിവിജ്വലായിട്ട് അറിയാം, അവരുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകൾ. ഇനി അവരുടെ മക്കളുടെ കാര്യങ്ങളിൽ പോലും ഞങ്ങളൊരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ പഠിക്കാൻ പോകണയ്ക്ക് മുമ്പ് അഡ്വൈസ് ചോദിക്കുക, അല്ലെങ്കിൽ നമുക്കായി ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ ഹോം ലോണുകൾ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. നിലവിൽ കൂടുതൽ ഇൻട്രസ്റ്റിന് എടുത്തിരിക്കുന്ന ലോൺ മാറ്റി മറ്റ് നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നാക്കുക. അങ്ങനെ അവർക്കും എന്തെല്ലാം ഹെൽപ്പ് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും അതൊക്കെ നോക്കും സ്റ്റാഫുകളുടെ കാര്യത്തിൽ. പിന്നെ ഓരോ ഷോപ്പിനും ഓരോ മാനേജേഴ്സിനും അവർക്ക് കൃത്യമായി ട്രെയിനിങ് കൊടുക്കും. അങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്തു പോകുന്നു. നമുക്ക് 365 ദിവസവും ചേട്ടൻ്റെ ഈ നവ്യ ഷോപ്പിൽ ചക്കട ഉണ്ട്. ഇത് എവിടെ നിന്നാണ് ലഭ്യമാവുന്നത്? ഈ ചക്ക എവിടെ നിന്നാണ് ചേട്ടന് മാത്രം കിട്ടുന്നത് 365 ദിവസം? എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്. ചക്കട 365 ദിവസവും കിട്ടുന്നുള്ളത് സത്യമാണ്. അതിന് ഞങ്ങളെന്ന് വെച്ചാൽ നല്ല ഇത് അറിയാലോ, നല്ല ഗ്രാമമാണ് കറുകുറ്റി അല്ലെങ്കിൽ മൂക്കന്നൂർ, മഞ്ഞപ്ര എന്നൊക്കെ പറഞ്ഞ ഇഷ്ടംപോലെ ചക്കയുള്ള സ്ഥലം. ഇവിടെ കിട്ടുന്ന വരിക്ക ചക്ക നമ്മൾ സീസണിൽ മേടിച്ച് പഴുത്ത ചക്ക അത് വരട്ടി ശർക്കരയും നെയ്യൊക്കെ ചേർത്ത് വരട്ടി എടുത്ത് വയ്ക്കും. അതിൽ നിന്നാണ് നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ ഡെയിലി എടുക്കുക. അത് നമ്മൾ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ ഇലയുണ്ട്, ഏടനില എന്ന് പറയും. ആ ഇലയിൽ തന്നെ ഇത് ഉണ്ടാക്കുക. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഇല കൊണ്ടുവരുന്ന ആളുകളുണ്ട്. 1 രൂപ കൊടുത്താണ് ഇല വാങ്ങുന്നത്. എനിക്ക് തോന്നുന്നു എല്ലാ പറമ്പുകളിൽ നിന്നും ഇത് വെട്ടിക്കളഞ്ഞു. പക്ഷെ ഇത് എല്ലാ വർഷവും വെട്ടി നിർത്തണം. അപ്പോൾ ഇഷ്ടംപോലെ ഇലയുണ്ടാവും. ഒരു മരത്തുമേന്ന് ചിലപ്പോൾ 10,000 ഇലയൊക്കെ കിട്ടും. മറ്റേ ഇത് ഒരു കൃഷി ചെയ്യണ്ട, ഇവിടുത്തെ വെട്ടി എടുത്താൽ മതി.
അപ്പോൾ ആ ഇലയിൽ തന്നെയാണ് ഏട്ടന് ഈ ചക്കട ഉണ്ടാക്കുന്നത്. ചക്കട ഉണ്ടാക്കുന്ന ഇല അതൊരു പ്രത്യേക ഫ്ലേവർ ഉണ്ട്, ഒരു ഔഷധ ഗുണമുള്ളതാണ്. ഈ കറുകപ്പട്ട എന്നൊക്കെ പറയുന്ന പോലെ. പക്ഷെ കറുകപ്പട്ടയ്ക്ക് ഭയങ്കര ഫ്ലേവറാണ്. ഇതിന് ഒരു പ്രത്യേക ഫ്ലേവറാണ്, ഒരു ടേസ്റ്റാണിത്. അപ്പോൾ നമ്മൾ അതിൽ തന്നെ അത് ഉണ്ടാക്കാറ്, അല്ലാതെ മറ്റു വാഴയിലയോ പ്ലാവിൻ്റെ ഇലയോ വേറെ ഒന്നും ഉപയോഗിക്കാറില്ല. ഇനി ഇത് അട മാത്രമല്ല, നമുക്ക് ഹലുവയുണ്ട്, കേക്കുണ്ട്, കുറേ കുക്കീസ് വിഭവങ്ങൾ ഒത്തിരി ഉണ്ട്. ചക്കയുടെ പ്രോഡക്ട്സ് ഉണ്ടെന്ന് മാത്രമല്ല, നമുക്ക് ഏറ്റവും മികച്ച ചക്ക സംരംഭകനുള്ള സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ട് ഗവൺമെൻറ്റിൻ്റെ. അതുപോലെ മികച്ച ക്ഷീര കർഷകനുള്ള 2 പ്രാവശ്യം സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ട്. വിജയിച്ചിട്ടുള്ള സംരംഭകരൊക്കെ ഒരു പ്രധാന കാരണം അവരുടെ പാഷനാണ്. ചേട്ടൻ്റെ ഫീൽഡിൽ ചേട്ടൻ വളരെ പാഷനേറ്റ് ആണെന്ന് ഞങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചേട്ടൻ്റെ എല്ലാ പ്രൊഡക്റ്റുകളിലും ചേട്ടൻ്റെ കയ്യൊപ്പ് പൊതിഞ്ഞായിട്ടാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? പാഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് മാത്രമല്ല, എൻ്റെ വൈഫിനായാലും മക്കൾക്കായാലും ഒക്കെ പാഷൻ തന്നെയാണ്. ഇപ്പോൾ ഇവിടുത്തെ ഓരോ പ്രോഡക്ട്സും, ഇപ്പോൾ ഈ ആവിയിൽ വേവിക്കുന്ന ഐറ്റംസ് ആയാലും, അല്ലെങ്കിൽ ചക്കയുടെ ഉൽപ്പന്നങ്ങളായാലും, അല്ലെങ്കിൽ ഇപ്പോൾ മറ്റ് കേക്കുകളായാലും, അത് ഞാൻ മാത്രമല്ല, എൻ്റെ വൈഫ് അതിനകത്ത് ഇൻവോൾവഡ് ആണ്. അവരും നോക്കും അതിൻ്റെ ടേസ്റ്റ് കാര്യങ്ങൾ. ഞാൻ രാവിലെ 5 മണിക്ക് വരും ഇവിടെ. 5 മണിക്ക് വന്ന് ഒരു മുതലാളിയായിട്ട് നടക്കാനല്ല, അവരോടൊപ്പം ജോലി ചെയ്യാണ് ശരിക്കും. എല്ലാ സ്ഥലത്തും പോയി നോക്കും, ഓരോ സെക്ഷനിൽ പോവും. അതെൻ്റെ ഓരോ ജോലിക്കാരോട് ചോദിച്ചാൽ അറിയാം. അത്ര ഇതായിട്ട് അവരുടെ കാര്യം ചെയ്യുന്നത് കറക്റ്റ് അല്ലെങ്കിൽ കറക്റ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെ അത്രമാത്രം എന്താ പറയുക, അർപ്പണബോധത്തോടെയാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ടാണ്, അല്ലാതെ ഒരാൾക്കും ഒരു ഇൻഡസ്ട്രി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതായത് വളർച്ച ഉണ്ടാവില്ല. സാധാരണ ആളുകൾ ബിസിനസ് തുടങ്ങി കുറച്ച് കഴിയുമ്പോഴേക്കും പിന്നെ ഒരു മുതലാളി ആയിട്ട് മാറുന്നൊരു രീതിയാണ്. അവിടെയാണ് എനിക്ക് തോന്നുന്നത് പല പാളിച്ചകളും സംഭവിക്കുന്നത്. പഞ്ചാബിൽ ഇമ്പോർട്ട് ചെയ്തിട്ട് അവിടെ നിന്നാണ് ശ്രമം കൊണ്ടുവരുന്നത്. 10 പശുവുള്ള ഒരു കർഷകന് അന്തസ്സായിട്ട് ജീവിക്കാൻ പറ്റും. ഇസ്രായേലിൽ പോയപ്പോൾ അവിടെ ഒരു വാഴ വെച്ചാൽ 8 വർഷം കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത വാഴ പിരിച്ചു വയ്ക്കുള്ളവർ. ഒരേ തീറ്റ കൊടുക്കുന്നതുകൊണ്ട് ഒരേ പാല്, ഒരേ ടേസ്റ്റ് ആയിരിക്കും.